ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇട്ടാപ്പുട്ടി. നമ്മളിന്ന് എല്ലാവരും കൂടെ ബീച്ചിൽ പോവാണ്, ആലപ്പുഴ ബീച്ചിൽ. അപ്പം ആ വീഡിയോ ഞങ്ങൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോയി, 2:45 ആയി. അതുകൊണ്ട് ബീച്ചിലെത്തിയപ്പോഴും കുറച്ച് ലേറ്റായി. പിന്നെ ഇവരെല്ലാവരും കൂടെ എന്നെ ട്രോളാണ്, എൻ്റെ വീഡിയോ ഒന്നും ആരെയും കാണാറില്ലെന്നും വ്യൂസ് ഒക്കെ കുറവാണ്. അതൊക്കെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് മാറ്റി കൊടുത്തേക്കണേ. അയ്യോ, ഞാൻ വീഡിയോ എടുത്തതാ. നമ്മൾ 2 വണ്ടിയായിട്ടാണ് പോയത്. ആ വണ്ടിയാണ് പുറകെ വരുന്നത്. അവിടെ ആണെങ്കിൽ പകുതി പേര് ഉറക്കമാണ്. ഞങ്ങൾ പഠിച്ച് പോവായിരുന്നു. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. റോഡൊക്കെ താന്ന് എപ്പോൾ വെള്ളം കയറാൻ പറ്റുന്ന പോലെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഓരോരോ സ്ഥലം നോക്കി പോവായിരുന്നു. ഒന്നും കണ്ടില്ല. അവസാനം AVS കണ്ടു. അവിടെ നമ്മൾ കയറി. എന്തെങ്കിലും ഒന്നും കഴിക്കാനായിട്ട് നമ്മളിവിടെ AVS കയറി. ഇവിടെ വേറെ ഒന്നും കണ്ടില്ല. ആത്തിഫാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആലപ്പുഴ രസമില്ല, കടകളൊന്നും ഇല്ല കയറാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും നല്ലതാണ്, സെക്യൂരിറ്റി വരെ നല്ലതാണ്, എല്ലാം നല്ല. നമുക്ക് ഡോറൊക്കെ തുറന്ന് നമ്മളോട് സെക്യൂരിറ്റി നല്ല മനുഷ്യരാണ്. പക്ഷേ എന്നെ പ്രശ്നം വെച്ചാൽ ഒന്നും അധികം ഇല്ല. ഫാദിൽ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഈ കടയെ നമ്മൾ കണ്ടുള്ളൂ. ഉണ്ട്, കുറേ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിന് പറ, നീ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കഴിക്കാനാണ്. കഴിക്കാനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പക്ഷെ നമുക്കിവിടെ ചായ കുടിക്കാനായിട്ട് അത്ര നല്ല കടകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വന്നിട്ടുണ്ട്. ഇതേ ഉള്ളൂ. AVS ഞാൻ കാണിച്ചു തരാം. AVS അതിലും ഉണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ, നമ്മൾ കയറിയില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നല്ല നല്ല വണ്ടികളുണ്ട്. ഈ AVS ആണെങ്കിൽ AVSൻ്റെ മാവൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള മാവ്. ഇവിടെ എല്ലാവരും മസ്റ്റ് ട്രൈ ആണെന്ന് പറയാറായിട്ടില്ല കേട്ടോ. നമ്മൾ കയറിയിട്ടില്ല. കയറി കഴിഞ്ഞിട്ട് എങ്ങനെയാണോ, മസ്റ്റ് ട്രൈ ആണോ അതോ ജസ്റ്റ് ട്രൈ ആണോ എന്നറിയാം. അതെ, നമ്മൾ കമൻ്റ് ഒന്നും അടിക്കുമല്ല. നമ്മുടെ ജെന്യൂൻ റിവ്യൂ പറയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ജെന്യൂൻ റിവ്യൂ നമ്മുടെ മുന്നിൽ കണ്ടിട്ട് എന്നെ തോന്നുന്നത് നീറ്റാ. പിന്നെ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമ്മുടെ വണ്ടി വൈബായിരുന്നു. പുറകെ വന്ന വണ്ടി അവാർഡ് പടം പോലെ ഉറക്കത്തിലാണ് വന്നത്. അവാർഡ് പടമായിരുന്നു ശരിക്കും. നമ്മൾ അന്താക്ഷരി കളിച്ച വന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അത് കാണിച്ചു വെക്കാം.
ആതിഫിൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ BMW കാണിച്ചിരിക്കുന്നു. AVC ശരിക്കും നല്ലതായിരുന്നു. അവിടുത്തെ എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഹലോ ബാ. ആനുവലിൻ്റെ ഒക്കെ കഴിഞ്ഞോ? ഇവിടെ ഭയങ്കര ഇവിടെ നീറ്റ്നെസ് ആണ്. സൈഡ് കാണിച്ചാൽ നല്ല വ്യൂ ആണ്. ഞാൻ കാണിച്ചു. നമ്മള് കോഫിയും ഒക്കെ വിശക്കുന്നു. കൊഴുക്കട്ടയും കുമ്പളപ്പവും പിന്നെ കോഫിയും ടീയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോഫി കുടിച്ചേ ഉള്ളൂ. കുമ്പളപ്പവും കൊഴുക്കട്ടയും ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞങ്ങളതൊന്നും കഴിച്ചില്ല. നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് ഗുഡ്, നല്ലതായിരുന്നു. എങ്ങനെയായിരുന്നു കുടിച്ച കോഫി? നല്ലതായിരുന്നു. ഭയങ്കര ഇതാണ്. അഞ്ച് സ്ട്രോങ് കോഫി ആയിരുന്നു, എങ്കിലും നല്ലതായിരുന്നു. പക്ഷെ വേറെ നിങ്ങൾ വരുമ്പോൾ നേരത്തെ വരണേ. നല്ല സാധനമൊക്കെ തീരും. ഒന്നുമില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ കയറി ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഒന്നുമില്ലായിരുന്നു. കൊഴുക്കട്ട, കുമ്പളപ്പം, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒന്നും ഉണ്ടായിരുന്നു. അത് കിട്ടിയില്ല. അത് നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ കഴിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ സാധനങ്ങളെല്ലാം കഴിക്കണം. കോഫി പറഞ്ഞാൽ നല്ലതാണ്. ഉറക്കമായിരുന്നു. അപ്പുറത്തെ വണ്ടി ഇരുന്ന് ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ വടുവടായിരുന്നു. കോഫി അടിച്ച് ഉറക്കാൻ പോകും. കഫീനുണ്ടല്ലോ. നമ്മൾ ടേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഒരു സ്ട്രോങ് ആയിരുന്നു. എനിക്ക് അത്ര സ്ട്രോങ് കോഫി ഇഷ്ടമല്ല, പക്ഷെ അത് നല്ലതായിരുന്നു. അതിനനുസരിച്ച് ബാലൻസ് ചെയ്യുന്നൊരു മധുരം ഉണ്ടായിരുന്നു അല്ലേ? അതെ. നല്ലായിരുന്നു. നീറ്റാ. പക്ഷെ അവിടെ സൈഡിൽ ഇച്ചിരി ഈച്ചാണ്. അത് ബീച്ചല്ല, കായലിന്റെ ഈച്ച. അത് നമ്മള് ഇരിക്കുന്നിടത്തല്ല, സൈഡിലായിട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടെ വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞത്. അവിടെ നല്ല വ്യൂ, സെറ്റ് അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. ആ നീണ്ടു കിടക്കുന്ന കായൽ കാണാൻ. അതെ. ടൗൺ കാണിച്ചു കൊടുക്കുക. ടൗൺ കാണിച്ചു തരാം. നമ്മളിപ്പോ അവിടെ ആനുവൽ ഡേ ആയിരുന്നു. അതിന്റെ വല്ലോ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൊടുക്കാം പറ്റും. ശരി, ഓക്കെ. നമ്മളിപ്പോ ഓൺ ദ ബീച്ച് ബീച്ചാണ്. ഇനി ബീച്ചിലെത്തിയിട്ട് കാണാം. അപ്പൊ എന്റെ മൈലാഞ്ചി കണ്ടു. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ കിട്ടതാണ്. അവിടെ വലിയ ഡിബേറ്റ്. ക്രിക്കറ്റിനെ സാധാരണ ഫാദിലാണെങ്കിൽ അവൻ്റേതായ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ വോയിസൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു ആക്ച്വലി. ഏകദേശം 4 വർഷം മുമ്പാണ് ഞാൻ ലാസ്റ്റ് ആലപ്പുഴ വന്നത്. ഞാൻ വന്നത് കഴിഞ്ഞ വർഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ എപ്പോഴും വരാനുള്ളത് കൊല്ലത്തും ഇവിടെയൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിൽ പോയായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് എൻ്റെ ഫോൺ എന്ന് വെച്ചാൽ എൻ്റെ ഫോണായിരുന്നു. എനിക്ക് ക്ലാരിറ്റി തീരില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇതിന് ക്ലാരിറ്റി അപ്പം എപ്പം എൻ്റെ ഫോൺ അപ്പം അതിന് ക്ലാരിറ്റി ഇല്ല. അതൊന്നും ഞാൻ എടുത്തില്ല. Trumpന്റെ voice. Hello guys, we are going to Alapura. So we know to go to Alapura. നമ്മൾ ട്രാപ്പായി. അംഗൻവാടി ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ബീച്ചിൽ പറയാം. കാരണം എനിക്ക് ഈ ഫോണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണ് ബീച്ചിലോട്ട് ഇറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വല്ലതും ബീച്ചെത്തി കേട്ടോ, ബീച്ചെത്തി അങ്ങനെ വല്ലതും നമുക്ക് സുഹൃത്തുക്കളെ എടുക്കാൻ സമ്മതിക്കാണെങ്കിൽ ഞാൻ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഹലോ ഗൈസ്, നമ്മൾ ബീച്ചെത്തി. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ വണ്ടി അങ്ങ് ദൂരെ 1 കിലോമീറ്റർ അപ്പുറത്ത്. 1 കിലോമീറ്റർ അല്ല, അതേ കൂടുതലായി. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നേക്കാണ്. നമുക്ക് ബീച്ചിലോട്ട് പോകണം. അവരെ കണ്ടുപിടിക്കണം, ബീച്ചിലോട്ട് പോകണം. പിന്നെ നമ്മൾ ബീച്ചെത്തി. നമ്മൾ എൻജോയ് ചെയ്യുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന കുഴപ്പമില്ല. നമ്മളൊരു 5:45 ആയപ്പോഴാണ് ബീച്ചിലെത്തിയത്. അവിടെ ബീച്ച് ഫെസ്റ്റ് നടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു.
ഒന്നാമതേ നമ്മൾ താമസിച്ചാണ് എത്തിയത്. അതിൻ്റെ കൂടെ വേലികേറ്റം ആയിരുന്നതുകൊണ്ട് നമ്മൾ അവിടുത്തെ റൈഡ്സിലൊന്നും കയറാൻ പോയില്ല. കാരണം ബീച്ചിൽ ഇറങ്ങാനുള്ള സമയം കുറഞ്ഞാലോ എന്നുള്ള ടെൻഷൻ കാരണമാണ്. അവിടുത്തെ ഗാർഡ് നമ്മളെ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചൊക്കെ കയറ്റായിരുന്നു. അതുകൊണ്ട് ഒത്തിരി നമ്മൾ അതിലൊന്നും കയറാൻ പോയില്ല. കുറേ നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തു. ബീച്ചിൽ ഇറങ്ങി നമ്മൾ കഴിക്കാൻ പോകണം. എവിടെ നമ്മൾ കഴിക്കാൻ പോകുന്നത്? അൽറീം എന്ന് പറ. നമ്മൾ അൽറീമിൽ മന്തി കഴിക്കാൻ പോകണം. നെയ്മ് നമ്മുടെ കൂടെ വന്നു. ശരിക്കും നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ അൽറീമിൽ പോവാണ് മന്തി കഴിക്കാൻ. അടിച്ചിട്ട് കാണാം. നമ്മൾ അൽറാസി എത്തി. ആ കാണുന്നതാണ് അൽറാസി. അതാണ് നമ്മുടെ മറ്റേ മന്തി. അൽറാസിയിലെത്തി ഗായ്സ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെ എത്തി മോനെ? നമ്മൾ അൽറീമിലെത്തി. അൽറീം കഴിക്കാനായിട്ട് വന്നു. അപ്പം സമയം 8 മണിയായി. എല്ലാവരും വരുന്നുണ്ട്. നോക്കാം. ഇവിടെ സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ടേബിൾ അറേഞ്ച് ചെയ്തോണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ല തിരക്കാണ്. അത്യാവശ്യം ഇവിടെയുള്ളൂ. നല്ലത്. നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചത് അൽറാസിയിൽ നിന്നായിരുന്നേ. പിന്നെ അൽറീം എന്ന് ഞാൻ എവിടേക്കോ വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ അൽറീമിൽ നിന്നല്ലായിരുന്നു, അൽറാസിയിൽ നിന്നായിരുന്നു. ബൈ ഫുഡ് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല മന്തിയൊക്കെ ആയിരുന്നു. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എവിടേക്കോ ഞാൻ അൽറീം എന്ന് പറയുന്നുണ്ട്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. കാരണം അൽറാസ് തന്നെയായിരുന്നു നമ്മൾ പോയത്. ഫുഡ് എന്ത് കഴിക്കുന്നു വിചാരിച്ചപ്പോൾ മന്തി കഴിക്കണമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മന്തി സ്പോട്ട്സൊക്കെ ഒരുപാട് നോക്കി. അതിനകത്ത് ഈ അൽറീമും അൽറാസിയും ഉണ്ടായിരുന്നു. അത് തമ്മിൽ എനിക്ക് മാറിപ്പോയത് കാരണമാണേ. നമ്മൾ അൽറീമിൽ വന്നു. പക്ഷേ ഇവിടെ സ്ഥലമില്ല, ഇവിടെ കാറ്റില്ല, തണുപ്പില്ല. ലാസ്റ്റ് സീറ്റ് അർത്ഥം വേണ്ടാതിരിക്കുമായിരുന്നു. അവിടെ നമ്മളെല്ലാവരും ഇരുന്നു. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാം. നല്ലൊരു സീറ്റ് കഴിക്കാൻ നോക്കും. സത്യം പറഞ്ഞാൽ ഈ LPG ഷോർട്ടേജ് കാരണം പലയിടത്തും ഒന്നും കിട്ടാനില്ല. കൂടുതലും ഉള്ള മന്തിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ വേറെ ഫുഡൊക്കെ നോക്കിയിട്ടൊന്നും ഇല്ല. ഇന്ന് ആനുവൽ ഡേ ആയിരുന്നു. ആരുടെ ആനുവൽ ഡേ ആയിരുന്നു ഇന്ന്? ആനുവൽ ഡേ സീറ്റ് കിട്ടിയില്ല. ഇവിടെ നമ്മളെല്ലാവരും ഇരുന്നു. പക്ഷേ ഇവിടെ ലാസ്റ്റ് സീറ്റ് കാറ്റ് വേസിയൊന്നും കിട്ടുന്നില്ല. നമുക്ക് അവ എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ What do you want? ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. കുറേ പേരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്ന ഏറ്റവും പുറകിലാണ്. അവിടെ ആണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അതുപോലെ AC ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഒരു അൺകംഫർട്ടബിൾ ഫീലായിരുന്നു. അങ്ങനെ നമുക്ക് അവർ വേറെ സീറ്റ് കുറച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നു. അത് കഴിഞ്ഞ് നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ഹണി ചിക്കൻ മന്തിയും പിന്നെ അത് മാത്രമാണെന്ന് തോന്നുന്നു. അത് അത്ര ഓർഡർ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാനും ഫാദിലും ആത്തിഫും നെയ്മും കൂടെ ഐസ്ക്രീം ഓർഡർ ചെയ്തു. ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത്. അപ്പം ഇവരാരും വാങ്ങിച്ചില്ല. ബാക്കി അവരെല്ലാവരും പെനിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടുമല്ലോ അവിടെ നിന്നും. ഞങ്ങൾ മാപ്പ് ഇട്ട് പോയത് കൊണ്ട് ഗൂഗിൾ അമ്മച്ചി എവിടേക്കോ ഞങ്ങൾ എത്തിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം വഴി തെറ്റിപ്പോയി. നമ്മൾ ഇത്രയും നേരം വന്നത് വേറെ വണ്ടി, നമ്മളിപ്പോൾ വരുന്നത് വേറെ വണ്ടി. നമ്മുടെ പിള്ളേരൊക്കെ ഈ വണ്ടിയിൽ അവിടെ മുന്നിലൊന്നും ഉണ്ട്. അത് ഇങ്ങോട്ട് വരത്തില്ല. വേറെ എന്തെങ്കിലും നമ്മൾ മന്തി കഴിച്ചത് ഇറ്റ് വാസ് അമേസിങ്. ഞാനൊരു 9.5. ഇത്ര നേരം മുമ്പ് ഇവൻ 8 പറഞ്ഞു. ആദ്യം പറഞ്ഞു 9. ഇവൻ കാൽവാരി നിലപാട് നല്ല മന്തിയായിരുന്നു. അൽറീം ഇവിടെ അൽറീം അല്ലേടാ? അൽറാസി സോറി ഇവിടെ അൽറീമും ഉണ്ടായിരുന്നു. എനിക്ക് മാറിപ്പോയി. എല്ലാം നല്ലതായിരുന്നു. മറ്റേ അൽറീം ഉണ്ടടാ. ഞങ്ങൾ വഴിതെറ്റി 2 വണ്ടിയും 2 സ്ഥലത്തൊക്കെ ആയി. അത് കഴിഞ്ഞ് കുറേ നേരം നിർത്തിയിട്ടും വിളിച്ചുമൊക്കെയാണ് നമ്മളൊന്ന് നേരെ വഴി. നമ്മൾ പെനിയിലേക്ക് പോവാണ്. വഴിതെറ്റായിരുന്നു. ഇപ്പം ഓക്കെ ആയി. പെനിച്ചണ്ട് കാണിക്കാം. കാരണം എനിക്ക് ഫോണിൻ്റെ ചാർജ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് പെനി എന്ന് പറയുന്നത്. എൻ്റെ അവിടുത്തെ പേഴ്സണൽ ഫേവറേറ്റ് ബിസ്കോഫാണ്. ബിസ്കോഫ് സെറ്റാണ്. കഴിക്കാത്തവരുണ്ട്. അതെന്തായാലും കഴിച്ചു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നല്ല ക്വാളിറ്റി ഐസ്ക്രീംസ് ആണല്ലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും 2 ഐസ്ക്രീം വീതം കഴിച്ചു.
പുതിയ കുറച്ച് ഫ്ലേവേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. കുനാഫ, ദുബൈ കുനാഫ അതുണ്ടായിരുന്നു, പക്ഷേ അത് അവിടെ അപ്പോൾ ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഉള്ളടാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.